നൂറയും സരികയും ഒനിയൻ സാബും കൂടി ഇരുന്ന് വർത്താനം പറയുമ്പോൾ നൂറ പറയും, കപ്പ് അനിമോൾക്ക് അടിക്കത്തുള്ളൂ, അവളെ കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറയുമ്പം ഒനിയൻ സാബ് പറയും, 100% ഞാൻ പറയുന്നു കപ്പ് അവൾക്ക് കിട്ടത്തില്ല, അവൾ വിന്നറാകത്തില്ല, ഞാൻ വാക്ക് തരുവാണ് അവൾ വിന്നറാകത്തില്ലെന്ന് പറയുന്നു. അപ്പം ഒനിയൻ സാബ് പറയാണ്, അപ്പം അന്ന് അനീഷേട്ടനായിരിക്കുമെന്ന് നൂറ പറഞ്ഞപ്പം ഒനിയൻ സാബ് പറയാണ്, ഇല്ല നീയേ വിജയിക്കത്തുള്ളൂ. അപ്പോൾ സരിക പറയണ, നിനക്കേ കിട്ടത്തുള്ളൂ, നീ പിന്നെ കൊണ്ടുപോകും, കാരണം ആദില പോയതുകൊണ്ട് ആ വോട്ടും കൂടെ നിനക്ക് കിട്ടുന്ന കാരണം നീയേ കപ്പടിക്കത്തുള്ളൂ. അപ്പം നെവിൻ വന്നിട്ട് പറഞ്ഞേ, എനിക്കും കൂടെ തരണേ കേട്ടാ, എന്നെ സഹായിക്കണേ എന്ന് പറയുന്നു. ഒനിയൻ സാബ് പറഞ്ഞ, നീ ക്യൂട്ട്നെസ് വിതറി കളിക്കുന്നതുകൊണ്ട് നിനക്കേ കിട്ടത്തുള്ളെന്നും പറഞ്ഞ് കോൺഫിഡൻസ് നൂറയ്ക്ക് കൊടുക്കുവാണ്. നൂറ കുറച്ചൊക്കെ വിശ്വാസമുണ്ട് നൂറയ്ക്ക് ഫസ്റ്റ് കിട്ടുമെന്ന്. ഇവിടെ അനീഷ് കുതിച്ച് കയറുവാണ്, അതിൻ്റെ തൊട്ട് പിന്നാലെ അനുമോളും. 4ാം സ്ഥാനത്ത് നിന്ന നൂറ ഇപ്പം 5ാം സ്ഥാനത്തും അക്ബർ 4ാം സ്ഥാനത്തുമായി. അപ്പോഴാണ് ഇവിടെ പ്രവചനം നടത്തുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.